ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓട്സും ചോക്ലേറ്റ് പൗഡറൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ചോക്ലേറ്റ് പൗഡറാണ്. ഞാനിപ്പോൾ കാഡ്ബറീസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പലർക്കും ഓട്സ് വെറുതെ കുറുക്കി കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ആൽമണ്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നോർമൽ മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് പൗഡറിൽ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് പൗഡറിൽ അത്ര മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഡേറ്റ്സ് ആയാലും ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഇതിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ സ്ട്രോബെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം സ്ട്രോബെറിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ളത് കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറി കയ്യിലില്ലെങ്കിൽ പഴമായാലും യൂസ് ചെയ്യാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് സ്ട്രോബെറിയും ചോക്ലേറ്റിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് നമുക്ക് സ്ട്രോബെറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കണം. ഞാനിപ്പോൾ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്ട്രോബെറീസും ചിയ സീഡ്സും കുറച്ച് ബദാമൊക്കെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. കണ്ടില്ലേ, ചോക്ലേറ്റും ഓട്സും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ. കഴിക്കാൻ അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.